അമ്മേ, നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയല്ല. പിന്നെ ഇന്നലെ മന്തി റൈസ് ബാക്കിയുണ്ട്. മന്തി റൈസ് നമ്മുടെ ഇരിപ്പില്ലേ, നമ്മുടെ അമ്മ മയോണൈസ് ഉണ്ടാക്കും. ഓക്കെ, നമുക്കത് കാണാം. ഓക്കെ. എന്നാൽ പിന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ട് തന്നെ പിള്ളേരുടെ ആഗ്രഹമല്ലേ. 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പഞ്ചസാര, ഉപ്പ്, പാല്, നാരങ്ങാനീര്, കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പം 2 മുട്ട പുഴുങ്ങിയത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി, 1 സ്പൂൺ പഞ്ചസാര, ഉപ്പ് അല്പം ഉപ്പ് മതി. ഇനി ഇത്തിരി കുരുമുളക് മതിയല്ല. നാരങ്ങാനീര് മതിയില്ലേ. പാൽ, സൺഫ്ലവർ ഓയിൽ. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരു വട്ടം അടിച്ചപ്പോൾ ഇതുപോലെയായി. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഞാൻ എന്തുണ്ട്, ഇതിനകത്ത് അല്പം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. മുട്ട പച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ പൊങ്ങി വരും അത്. അപ്പോൾ ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടത് മയോണൈസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, നല്ല നല്ല സ്മൂത്തായിട്ടുള്ളൊരു മയോണൈസാണ്. കണ്ടില്ലേ, നല്ല മണം. കുരുമുളകിൻ്റേതും വെളുത്തുള്ളിയുടേതും ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് ഒന്നും പേടിക്കാതെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ഇതുപോലെ മന്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ 2 ദിവസം നാടൻ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവർക്കൊരു കൊതി മന്തി വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അതിൻ്റെ കൂടെ മയോണൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി.